السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. നൂറുൽ ഉലമ എം.എ. ഉസ്താദ് എന്ന മഹനീയ വ്യക്തിത്വത്തിൻ്റെ ജീവിതത്തെ ഇനിയും വായിച്ചു തീരാത്ത പുസ്തകമെന്ന് വിശേഷിപ്പിക്കുന്നത് കേവലം ഒരു ഭംഗി വാക്കല്ല, മറിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിതം എത്രത്തോളം ബഹുമുഖവും ആഴമേറിയതും കാലതീതമായ ദർശനങ്ങളാൽ സമ്പന്നവുമായിരുന്നു എന്നതിൻ്റെ ഒരു ദാർശനിക വിശകലനമാണ് ഈ പ്രബന്ധം. ഇസ്ലാമിക കേരളത്തിൻ്റെ, പ്രത്യേകിച്ചും വടക്കൻ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൻ്റെ ചരിത്രത്തെ നിർണയിച്ച ഒരു ചിന്തകനും കർമ്മയോഗിയുമായിരുന്നു നൂറുൽ ഉലമ എം.എ. ഉസ്താദ്. ഉസ്താദിന്റെ ജീവിതവും സംഭാവനകളും ഒരു കാലഘട്ടത്തിൽ ഒതുങ്ങുന്നില്ല, മറിച്ച് ഓരോ തലമുറയ്ക്കും പുതിയ പാഠനങ്ങളും ദർശനങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു ജീവിക്കുന്ന ഗ്രന്ഥം പോലെയാണ്. ഉസ്താദ് ചരിത്രത്തോടൊപ്പം സഞ്ചരിക്കുകയും ചരിത്രം ഉസ്താദിനോടൊപ്പം സഞ്ചരിക്കുകയും ചെയ്ത ഒരു വ്യക്തിയായിരുന്നു. ഈ പ്രബന്ധം ഉസ്താദിന്റെ ജീവിതത്തെയും സംഭാവനകളെയും 4 പ്രധാന അധ്യായങ്ങളായാണ് വായിക്കാൻ ശ്രമിക്കുന്നത്. വ്യക്തിത്വം, തൂലിക, സ്ഥാപനങ്ങൾ, ദർശനം. ഈ അധ്യായങ്ങൾ പരസ്പരം ബന്ധിപ്പിച്ച് അദ്ദേഹത്തിന്റെ ജീവിതം ഒരു സമഗ്ര പുസ്തകമായി എങ്ങനെ പരിണമിച്ചു എന്ന് മനസ്സിലാക്കാൻ ഇത് സഹായമാകും. അധ്യായം 1: വ്യക്തിത്വം, വിനയത്തിന്റെയും പാണ്ഡിത്യത്തിന്റെയും ഗ്രന്ഥരചന. ഒരു പുസ്തകത്തിന്റെ ആദ്യ അധ്യായം അതിന്റെ ഉള്ളടക്കത്തിന്റെ ആത്മാവിനെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. നൂറുൽ ഉലമ എന്ന ജീവിതം പുസ്തകത്തിലെ ആദ്യ അധ്യായം അദ്ദേഹത്തിന്റെ അതുല്യമായ വ്യക്തിത്വമാണ്. 1924 ജൂലൈ 1-ാം തീയതി, റജബ് 29 തിങ്കളാഴ്ച, തൃക്കിരപ്പൂരിലെ ഉടുമ്പന്തലയിൽ കുറിയ അബ്ദുള്ളയുടെ നാലരപ്പാട് മറിയത്തിന്റെ മകനായാണ് ഉസ്താദ് ജനിച്ചത്. പ്രാഥമിക വിദ്യാഭ്യാസം മദാമഹന്റെയും അമ്മാവന്റെയും കീഴിലായിരുന്നു. അതിനുശേഷം ബീരിച്ചേരി ദർസിൽ പ്രമുഖ പണ്ഡിതനും സൂഫി വര്യനുമായിരുന്ന ഷാഹുൽ ഹമീദ് തങ്ങളുടെ കീഴിൽ 10 വർഷം നീണ്ട പഠനം നടത്തി. ആത്മീയതയുടെ നിറുകുടമായിരുന്ന ഈ ഗുരുവിന്റെ ശിക്ഷണം അദ്ദേഹത്തിന്റെ ജീവിതത്തെ ആഴത്തിൽ സ്വാധീനിച്ചു. തസവുഫിന്റെ പാഠങ്ങൾ ഉസ്താദിനെ ആത്മീയമായി വളർത്താൻ സഹായിച്ചു. ഈ കാലയളവിൽ അദ്ദേഹം ആധുനിക അറബിയിലും ഉറുദുവിലും പ്രാവീണ്യം നേടി. ഈ ഗുരുനാഥന്മാരായുള്ള ബന്ധം അദ്ദേഹത്തിന് ആഴത്തിലുള്ള ആത്മീയവും ധാർമ്മികവുമായ അടിത്തറ നൽകി. ഒരു പണ്ഡിതന്റെ കർത്തവ്യം, ധർമ്മവും എങ്ങനെയായിരിക്കണമെന്ന് ഉസ്താദ് സ്വന്തം ജീവിതത്തിലൂടെ സമൂഹത്തിന് കാണിച്ചു കൊടുത്തു. പാണ്ഡിത്യത്തിന്റെ ഉത്തുംഗതയിലും വിനയവും ലാളിത്യവും നിറഞ്ഞ ഒരു ജീവിതമായിരുന്നു ഉസ്താദിൻ്റെത്. ഉസ്താദിന്റെ ജീവിതത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു പ്രത്യേകത കൃത്യനിഷ്ഠതയും സമയബോധവുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കുകൾ ഉച്ചരിച്ചുകൊണ്ട് ലേഖകൻ ഇത് വിശദീകരിക്കുന്നു. ജനങ്ങളിൽ ഭൂരിഭാഗവും വഞ്ചിതരായ 2 അനുഗ്രഹങ്ങളാണ്: ആരോഗ്യവും ഒഴിവു സമയവും. പ്രവാചക വചനം ജീവിതത്തിൽ അക്ഷരം പതി പാലിച്ച അപൂർവം വ്യക്തികളിൽ ഒരാളായിരുന്നു നൂറുൽ ഉലമ. ഒരു ദിവസത്തിനും കൃത്യമായ ടൈം ടേബിൾ ഉണ്ടായിരുന്നു. അതനുസരിച്ചാണ് അദ്ദേഹം മുന്നോട്ട് പോയിരുന്നത്. 7 മണിക്ക് ഒരു പരിപാടിക്ക് എത്താമെന്ന് പറഞ്ഞാൽ 6:45 തന്നെ അവിടെ എത്തിയിരിക്കും. വാക്കുകളും ഉപയോഗത്തിലും അതീവ സൂക്ഷ്മത പുലർത്തിയിരുന്നു. അനാവശ്യമായി ഒരു വാക്ക് പോലും നൂറുൽ ഉലമ എം.എ. ഉസ്താദ് സംസാരിക്കുകയില്ലായിരുന്നു. അതേസമയം പറയുന്ന വാക്കുകളാവട്ടെ വലിയ ആശയങ്ങൾ സൂചിപ്പിക്കുന്നവയായിരുന്നു.
ഷാഹുൽ ഹമീദ് തങ്ങളിൽ നിന്ന് ലഭിച്ച ദീർഘകാല തസവുഫ് പഠനം അദ്ദേഹം ആയത്തിലുള്ള ആത്മീയ ധാർമ്മീയ അടിത്തറ നൽകി. ഇത് ഉസ്താദിന്റെ വിനയവും ലാളിത്യവും സമയബോധവുമുള്ള ഒരു വ്യക്തിയാക്കി മാറ്റി. ഈ ഗുണങ്ങൾ ഉസ്താദിന്റെ പൊതുപ്രവർത്തനങ്ങളിലെ വിജയത്തിന് അടിസ്ഥാനമിട്ടു. ഈ വ്യക്തിപരമായ ഗുണങ്ങൾ സമൂഹത്തെ വലിയ വിശ്വാസ്യതയുള്ള വ്യക്തിയാക്കി. ഈ വിശ്വാസത്തെയാണ് ജനകീയ പിന്തുണയും സാമ്പത്തിക സഹായവും നേടിക്കൊടുത്തത്. ജാമിയ സഅദിയയുടെ ശില്പികളിൽ ഒരാളായ കല്ലട്ര അബ്ദുൽ ഖാദർ ഹാജി തന്റെ സ്വപ്ന പദ്ധതി വിശ്വസ്തനും സത്യസന്ധനുമായ ഒരാളെ ഏൽപ്പിക്കണമെന്ന് ആലോചിച്ചപ്പോൾ കണ്ടെത്തിയത് MA ഉസ്താദിനായിരുന്നുവെന്ന് ഇതിനുദാഹരണമാണ്. അദ്ദേഹത്തിന്റെ വ്യക്തിത്വം ഒരു പുസ്തകത്തിലെ ആദ്യ അധ്യായം പോലെ തുടർന്നുള്ള എല്ലാ അധ്യായങ്ങൾക്കും അടിത്തറയിട്ടു. അധ്യായം 2 തൂലിക ആശയങ്ങളുടെയും ദർശനങ്ങളുടെയും പുസ്തകത്താളുകൾ. MA ഉസ്താദിന്റെ ജീവിതം എന്ന പുസ്തകത്തിലെ 2ാമത്തെ അധ്യായം അദ്ദേഹത്തിന്റെ തൂലികയുടെ ശക്തിയെക്കുറിച്ചാണ്. അത് കേവലം അക്ഷരങ്ങളായിരുന്നില്ല, മറിച്ച് പ്രസ്ഥാനത്തിന്റെയും ദാർശനികവും ആശയപരവുമായ അടിത്തറയായിരുന്നു. 1954 അൽ കിതാബുൽ അവൽ ഫി താരീഖുൽ റസൂൽ എന്ന പുസ്തകത്തിലൂടെയാണ് ഉസ്താദ് രചനാ രംഗത്തേക്ക് കടന്നു വരുന്നത്. അതൊരു ദീർഘമായ എഴുത്തു ജീവിതത്തിന്റെ തുടക്കമായിരുന്നു. സമുദായത്തിന്റെ ഉന്നതിക്കും വളർച്ചയ്ക്കുമായ തൂലിക ചലിപ്പിച്ച പണ്ഡിതരിൽ MA ഉസ്താദ് മുമ്പന്തിയിലുണ്ടായിരുന്നു. ഉസ്താദിന്റെ തൂലിക വിവിധ വിഷയങ്ങളിൽ ആയത്തിൽ സഞ്ചരിച്ചു. മതം, രാഷ്ട്രീയം, കമ്മ്യൂണിസം, യുക്തിവാദം, മതനവീകരണം, വിശ്വാസം, കർമ്മം, ആത്മസംസ്കരണം, ചരിത്രം എന്നിവയെല്ലാം ഉസ്താദിന്റെ രചനകളിൽ കടന്നു വന്നു. ഈ വിഷയ വൈവിധ്യം ഉസ്താദിന്റെ ചിന്താമണ്ഡലത്തിന്റെ വിശാലതയെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഉസ്താദിന്റെ എഴുത്തുകൾ ഒരു ബൗദ്ധികമായ പോരാട്ടത്തിന്റെ ഭാഗമായിരുന്നു. യുക്തിവാദങ്ങളെയും നീരീശ്വര നിർമ്മിത വാദങ്ങളെയും ഉത്തരേന്ത്യയിൽ നിന്ന് ഉടലെടുത്ത തബ്ലീഗ് പോലുള്ള പ്രസ്ഥാനങ്ങളുടെയും അദ്ദേഹം രചനകളിലൂടെ ഖണ്ഡിച്ച് പ്രതിരോധിച്ചു. ശരീഅത്ത് വിവാദം പോലുള്ള വിഷയങ്ങളിൽ പൊതുസമൂഹത്തിനു മുന്നിൽ ശരീഅത്തിനെ അപകീർത്തപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ അതിനെതിരെ അദ്ദേഹം ശക്തമായി തൂലിക ചലിപ്പിച്ചു. ഇത് ഉസ്താദിന്റെ തൂലിക ഒരു പ്രസ്ഥാനത്തിന്റെ ആശയപരമായ ആയുധമായിരുന്നു എന്ന് വ്യക്തമാക്കുന്നു. അധ്യായം 3 സ്ഥാപനങ്ങൾ, ദീർഘവീക്ഷണത്തിന്റെ മഹാവാല്യം. MA ഉസ്താദിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പുസ്തകങ്ങൾ അദ്ദേഹത്തിന്റെ കൈകളാൽ നിർമ്മിക്കപ്പെട്ട സ്ഥാപനമായിരുന്നു. ഈ സ്ഥാപനങ്ങൾ ഉസ്താദിന്റെ ദീർഘവീക്ഷണത്തിന്റെ ജീവിക്കുന്ന പുസ്തകങ്ങളാണ്. മയ്യിത്ത് പരിപാലന സംഘത്തിലൂടെയാണ് ഉസ്താദ് പൊതുപ്രവർത്തന രംഗത്തേക്ക് കടന്നു വന്നത്. ഒരു സാധാരണ സാമൂഹിക സേവനത്തിൽ നിന്ന് ഒരു വലിയ പ്രസ്ഥാനത്തിന്റെ അമരക്കാരനായി മാറിയതിന്റെ തുടക്കത്തെ ഇത് അടയാളപ്പെടുത്തുന്നു. കേരളത്തിലെ മതവിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ച മദ്രസ പ്രസ്ഥാനത്തിന്റെ ശില്പിയാണ് ഉസ്താദ്. 1951 സമസ്ത കേരള ഇസ്ലാമിക് റിലീജിയസ് എഡ്യൂക്കേഷൻ ബോർഡിന്റെ സ്ഥാപക അംഗങ്ങളിൽ ഒരാളായി ഉസ്താദ് പ്രവർത്തിച്ചു. ഉസ്താദിന്റെ പങ്ക് ഈ പ്രസ്ഥാനത്തിന്റെ വളർച്ചയിൽ നിർണായകമായിരുന്നു. തുടർന്ന് ഉസ്താദിന്റെ നേതൃത്വത്തിൽ രൂപം കൊണ്ട പ്രസ്ഥാനങ്ങൾ ഒരു സമൂഹത്തിന്റെ വളർച്ചയെ തന്നെ മാറ്റിമറിച്ചു. അധ്യായം 4 ദർശനം, ഭാവിയുടെ കയ്യെഴുത്ത് പ്രതികൾ. നൂറുൽ ഉലമയുടെ ജീവിതം എന്ന പുസ്തകത്തിലെ 4ാമത്തെ അധ്യായം അദ്ദേഹത്തിന്റെ ദർശനത്തെക്കുറിച്ചാണ്. ഉസ്താദിന്റെ ചിന്തകളുടെയും പ്രവർത്തനങ്ങളുടെയും ആഴവും വ്യാപ്തിയും എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് ഈ അധ്യായം വിശദീകരിക്കുന്നു. ഇസ്ലാമിക കേരളത്തിലെ ചരിത്രത്തെ MAക്ക് മുമ്പ്, MAക്ക് ശേഷം എന്ന് വിഭജിക്കാൻ സാധിക്കുമെന്ന് ലേഖനങ്ങൾ പറയുന്നു. കാരണം അദ്ദേഹം ചരിത്രത്തോടൊപ്പം സഞ്ചരിക്കുകയും ചരിത്രം അദ്ദേഹത്തോടൊപ്പം സഞ്ചരിക്കുകയും ചെയ്തു. നൂറുൽ ഉലമ എഴുതിത്തീരാത്ത ജീവിതം എന്ന പ്രയോഗത്തെക്കുറിച്ച് നാം ചിന്തിക്കേണ്ടതുണ്ട്. ഉസ്താദിന് പ്രത്യേകമായി പൂർത്തിയാക്കാത്ത പദ്ധതികൾ ഉണ്ടായിരുന്നതായി വിവരങ്ങൾ ലഭ്യമല്ല. ഈ വൈരുദ്ധ്യം ഒരു പോരായ്മയല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ ദീർഘകാല കാഴ്ചപ്പാടിന്റെ ആഴത്തെയാണ് സൂചിപ്പിക്കുന്നത്.
സമയത്തിൻ്റെ അഭാവം കാരണം ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.